വെളിപാടിൻ്റെ പുസ്തകം 12:15 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സ്ത്രീയെ ഒഴുകിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായ തുറന്ന് സർപ്പം വായിൽ നിന്നൊഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇനിയൊരു കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു പ്രളയത്തെക്കുറിച്ചാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ഒരു പ്രളയം വരും. അത് മറ്റൊന്നുമല്ല, നുണയുടെ പ്രളയമാണ്. നുണ. സഭയ്ക്കെതിരെ, പൗരോഹിത്യത്തിൻ്റെ, സന്യാസത്തിനെതിരെ, ദൈവവചനത്തിനെതിരെയൊക്കെ ഒരു പ്രളയം വരും. ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഒരു പ്രളയം വരും. അതായത് ദൂഷണത്തിൻ്റെ ഒരു പ്രളയം, നുണയുടെ ഒരു പ്രളയം, അത് വരും. അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീയെ ഒഴുകിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവരുടെ പിന്നാലെ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ, ജലം എന്നത് എപ്പോഴും ഓർക്കണം, ബൈബിളിൽ വചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രതീകമാണ്. സർപ്പം നദി പോലെ ജലം അവരുടെ പിന്നാലെ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമുള്ളൂ, നുണയുടെ ഒരു ദൂഷണത്തിൻ്റെ ഒരു പ്രളയം, നദി ഇങ്ങനെ പുറപ്പെടുവിക്കും പിശാച്. അത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കും. വരുന്ന കാലം നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് മലയാളത്തിൽ മുഴുവൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വരികയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള മാർഗ്ഗം എന്താ? അതിനെ അതിജീവിക്കാനുള്ള മാർഗ്ഗമാണ് തൊട്ടടുത്ത വാക്യം, ഭൂമി അവളെ സഹായിച്ചു. അത് വായ തുറന്ന് സർപ്പം തൻ്റെ വായിൽ നിന്നൊഴുകിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. വിശുദ്ധ ലൂക്കാ സുവിശേഷം 6:49 ഇങ്ങനൊരു വചനമുണ്ട്, വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവൻ തുല്യൻ. തൊട്ടടുത്ത വാക്കാണ് ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു. വേറെ ഒന്നുമില്ല പറയുന്നത്, ജലപ്രവാഹം ആഞ്ഞടിക്കും എന്ന് പറഞ്ഞ് സഭയ്ക്കെതിരെ പ്രളയം വരും. സഭയ്ക്കെതിരെ ദൂഷണത്തിൻ്റെ കാലം വരുമ്പോൾ നമ്മൾ സഭയെ ദൂഷിക്കുന്നവരാവരുത്. അതിന് നമ്മുടെ വചനം അറിയണം. വചനം അറിയുമ്പോഴേ നമുക്ക് സഭയോടൊപ്പവും വചനത്തോടൊപ്പവും പൗരോഹിത്യത്തിനോടൊപ്പമൊക്കെ നിൽക്കാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം, പഴയ നിയമത്തിലെ ആ പെട്ടകം എന്ന് പറയുന്ന തിരുസഭയാണ്. പെട്ടകത്തുള്ളവർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അന്നും പ്രളയം വന്നു, പ്രളയമാവുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രളയമൊക്കെ ഒരു നിഴലും സൂചനകളും ഷാഡോയൊക്കെയാണ്. സഭയ്ക്കെതിരെ ദൂഷണത്തിൻ്റെ പ്രളയം വരുന്ന കാലമുണ്ട്. അന്ന് സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് കൃപയ്ക്ക് വേണ്ടി വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.